ഒരു കുട്ടി ബിടെക് എടുക്കാൻ വേണ്ടി വിചാരിക്കുക, പ്രത്യേകിച്ച് കേട്ടിയുടെ അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ ശ്രദ്ധിക്കുന്നത്? അതായത് എന്തൊക്കെയാണ് ബിടെക് എടുക്കുന്നതിന് മുമ്പ് അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് എന്താ പറയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പയ്യൻ ഇപ്പോൾ ബിടെക് എടുക്കുമ്പോൾ ഈ എടുക്കുന്നതിന്റെ കാരണം എന്താണ്? ബിടെക് പറയുന്നത് എന്താണ്? ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. പ്രൊഫഷണൽ ഡിഗ്രി ആ പ്രൊഫഷണൽ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ അത്രയും ക്വാളിഫിക്കേഷനുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് ഏതും മറ്റേ സ്ഥലത്ത് വേണേലും ജോലിക്ക് ഗൂഗിളൊക്കെ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അപ്പൊ വലിച്ചെടുക്കും ആൾക്കാരെ. ആ ഒരു ഇതിലാണ് ഒരു കുട്ടി ബിടെക് എടുക്കുന്നത്. ബട്ട് ശരിക്കുള്ള ബിടെക് അങ്ങനെയല്ല. കാരണം ഒരു കുട്ടി ബിടെക്കിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് KTUവിന്റെ അണ്ടറിൽ വരുമ്പോൾ, ഫസ്റ്റ് ആ ഒരു കോളേജ്, ആ കോളേജിനെ പറ്റി നന്നായി സ്പെഷ്യലൈസ് ചെയ്യണം. കാരണം അവിടെ എങ്ങനെ പഠിപ്പിക്കുന്ന രീതി പറഞ്ഞാൽ ഇപ്പോൾ KTU പറയുന്ന അനുസരിച്ച് അതേപോലെ പഠിപ്പിക്കുക, ആ രീതി ആയിരിക്കരുത് ഒരു കോളേജ്. ആ കോളേജ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം അവർ ടൈം ടേബിൾ സെറ്റ് ആക്കി, അതേപോലെ നമ്മൾ KTUവിന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ പക്ക പ്ലാൻഡ് ആയിരിക്കും. ഈ കുട്ടിക്ക് പഠിക്കാൻ ഇത്ര ടൈം കൊടുക്കണം. KTUവിന്റെ ഇത് പോട്ടെ, ആ പറയുന്ന ടൈമിൽ എക്സാമിൽ എഴുതി തീർക്കാം. ഇന്ന ടൈം എന്താ പറയുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം, ഇന്ന ടൈം പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം. അതിന്റെ ഒരു കുറച്ച് ഭാഗം മറ്റേ ആവശ്യമുള്ളത് മാത്രം പഠിപ്പിക്കുക, എക്സാം എഴുതുക. അങ്ങനത്തെ ഒരു രീതി, ആ ഒരു രീതി ആയിരിക്കണം എടുക്കേണ്ടത്. അല്ലാണ്ട് ഒരു കുട്ടി ജസ്റ്റ് ഒരു ബിടെക് പഠിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് അങ്ങനെ പറഞ്ഞ് അതിലോട്ട് പോകുന്ന ആ ഒരു രീതിയോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇനി അതേപോലെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ള പറയണേ, ഈ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറേ സ്കാമുകൾ ഇതിനുള്ളിൽ നടക്കുക. സ്കാമാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ഒരു കേട്ടിയിലൊരു വിദ്യാർത്ഥി വരുന്ന സമയത്ത് വന്ന് കേട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്, നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മളതിന് പാർട്ടായിരുന്നു. നമുക്ക് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പറഞ്ഞാൽ ഫസ്റ്റത്തെ 2 സെം വരെ എന്ത് ചെയ്യും, നന്നായിട്ട് നമുക്ക് മാർക്കൊക്കെ എടുത്ത് നമ്മൾ നന്നായിട്ട് എടുത്ത് ഇങ്ങനെ ഇതാക്കി എടുക്കും. നമ്മളെ ട്രാപ്പിലാണ്ട് വീഴ്ത്തും. നമ്മളായിരിക്കും ഇതാണ് ഇത്ര ഉള്ളൂ KTU, ഇതാണ് അപ്പോൾ KTU എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് സെം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഫസ്റ്റത്തെ സെം ചെയ്യുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും, ഇത്ര സബ്ജക്റ്റ് ഉള്ളൂ, ഇതൊക്കെ അതായത് എങ്ങനെ എഴുതിയാലും പാസ്സാക്കുന്ന രീതിയിൽ കുറച്ചുകൂടി ലിബറലാവും വാല്യുവേഷനൊക്കെ ഫസ്റ്റത്തെ 2 സെമ്മിൽ. പക്ഷെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് നമുക്ക് തന്നെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, അതായത് ഫസ്റ്റത്തെ 2 സെമ്മിൽ സപ്ലി പോലും അടിക്കാത്ത ആൾക്കാർ പിന്നെ S3-ലായ സമയത്ത് കോർ സബ്ജക്റ്റിൽ മാത്രം സപ്ലി അടിച്ച ആൾക്കാരുണ്ട്. വേറെ ഒന്നിനും സപ്ലി, കോർ സബ്ജക്റ്റിൽ മാത്രം. പിന്നെ എന്ന് പറഞ്ഞാൽ അവർ ആ പഴയ വാല്യുവേഷൻ രീതി എന്നു വിചാരിച്ചിട്ട് പിന്നെ ആ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ സപ്ലി അടിക്കും. കാരണം ഈ S1 S2 പറയുമ്പോൾ നമ്മൾ പണ്ട് എന്താ പറയുക പ്ലസ് ടു വരെ പഠിച്ച ഒരു ബേസിക്സ് ആണ് ഈ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി. പിന്നെ കോർ ബ്രാഞ്ചസിന്റെ ജസ്റ്റ് ചെറിയ ചെറിയ സംഭവങ്ങൾ ഈ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു പോകും. ഈ സംഭവം നീ പറഞ്ഞ പോലെ എക്സാം എഴുതി കഴിഞ്ഞ് വാല്യുവേഷന് മുമ്പോ അവര് നമ്മളിതൊരു ട്രസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ എഴുതിയാൽ മതി, സിമ്പിളാണ്, കിട്ടും, അങ്ങനെ പാസ്സാക്കി വിടും ചെയ്യും. ബട്ട് S3-ൽ നീ പറഞ്ഞ പോലെ എനിക്ക് കുറെ പേര് അറിയാം, എന്താ പറയുക, S1 S2 ഫുൾ പാസ്, അത്യാവശ്യം നല്ല മാർക്കോട് ജയിച്ച കുറെ പേര് ഏട്ടെന്ന് പൊട്ടല് കോർ സബ്ജക്ട് ഫുള്ളും. കാരണം സെക്കൻഡ് ഇയർ നമ്മൾ കോറിലോട്ട് കടക്കുന്നത്, ഈ കോറിലോട്ട് കടക്കുമ്പോഴാണ് നമ്മൾ മെയിൻ സബ്ജക്ട് ഉള്ളിലോട്ട് പോകുന്നത്. അന്നേരമാണ് അതിന്റെ ടഫും അതേപോലെ അതിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അപ്ലൈ അറിയാൻ പറ്റുള്ളൂ. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ എന്നോട് സാറ് പറഞ്ഞതാണ്, സംഭവം കറക്റ്റാണ്. നമ്മളിപ്പോൾ S1-ൽ സാറ് നമുക്ക് തന്നൊരു ഉപദേശമാണ്, പക്ഷെ ഒരു S6 7 ഒക്കെ ആകുമ്പോൾ നമ്മളത് ശരിക്കും റിയലൈസ് ചെയ്യണം. ശരിയാണല്ലോ അയാൾ പറഞ്ഞ ശരിയാണല്ലോ നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പോഴാണ് അയാൾ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ S1-ൽ S2-ൽ അല്ലെങ്കിൽ ആ ഒരു S4 വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ എപ്പോഴെങ്കിലും നമ്മൾ സപ്ലൈ അടിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ കോർ സബ്ജക്റ്റിലെല്ലാം തന്നെ പ്രത്യേകിച്ച് ഈ നമ്മളെ സബ്ജക്റ്റിൽ ഒരു ബന്ധമില്ലാത്ത സബ്ജക്റ്റിൽ സപ്ലൈ അടിക്കുകയാണെങ്കിൽ പിന്നെ അത് എഴുതിയെടുക്കുക, അതൊരു മല കയറുന്ന പോലെയാണ്. ആ മല കയറുമ്പോൾ നമുക്ക് കുറേ ഒരു ഭാരം നമ്മൾ ചുമക്കണ പോലെയാണ് അയാൾ പറഞ്ഞത്. കറക്റ്റ് എക്സാമ്പിളാണ്. കാരണം നമ്മൾ പിന്നെ നമുക്കറിയാം ആ ഡേറ്റിൻ്റെ വിഷയം, പിന്നെ നമ്മളിപ്പോൾ S7-ൻ്റെയോ അല്ലെങ്കിൽ S8-ലോ ആ ഒരു പോയിന്റിലെത്തിയിട്ട് നമ്മൾ അതിൻ്റെ എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, S5-ൽ S3-ൽ S1-ൽ അങ്ങനെ ഓരോ ഇതിൻ്റെയും സപ്ലികൾ അതിൻ്റെ ഇടയിൽ നിന്ന് വരും. അപ്പോൾ ഇതും എഴുതണം മറ്റേതും എഴുതണം, രണ്ടും കൂടി ഡേറ്റ് ഒരുമാതിരി ക്ലാഷ് ആയി കിടക്കും. ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ നാളെയാണ് എക്സാം വിചാരിച്ചു, ഒരു എക്സാം. അന്നേരം എനിക്കൊരു സപ്ലി എക്സാം ഇന്ന് വന്നു, രണ്ടും ഒരുമിച്ച്. അതായത് നമുക്ക് അന്നേരം ആ ഒരു ടൈമിൽ ടെൻഷൻ ആയിരിക്കും, ഇതിൽ ഏത് പഠിക്കണം എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് നന്നായിട്ടുണ്ടാവും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അത് പഠിക്കാൻ വിചാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് പോവും, എന്നാൽ ഇത് പിടിക്കുക, അങ്ങനെ ഒരു രണ്ടും ഇല്ലാണ്ടാവും. ഈ സപ്ലി പറയുന്നത് കേൾക്കാനൊരു സുഖമാണ്, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വലിയ സുഖമില്ല. കാരണം അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിടെക് പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം. കാരണം എല്ലാം കൂടി എഴുതിയെടുക്കുക പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല. ഈ സപ്ലിയുടെ കാര്യം പറഞ്ഞപ്പോൾ, അപ്പോൾ ചില ആൾക്കാർ ഇതൊരു മാസ് പോലെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചില സീനിയേഴ്സൊക്കെ ഉണ്ട്, അവർ എക്സാം എഴുതാൻ വന്നിട്ട് അവർ സംഭവം പാസ് ഔട്ട് ആയ ആൾക്കാരാണ്.
അവർ എക്സാം എഴുതാൻ വേണ്ടി വന്നിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും എഴുതാണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു മാസം പോലെ അവരെ ഇത് പറഞ്ഞാൽ അവരെന്താ സിനിമ സ്റ്റൈലിൽ ദുൽഖർ സൽമാൻ നടക്കണമായിരിക്കും നടന്നു പോവാണ്. പക്ഷെ അവരെ ജീവിതമാണ് ഈ പോണത്. അവർ കൊടുത്ത പൈസയാണ് വെള്ളത്തിലാണത്. പിന്നെ വേറൊരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ബിടെക് കഴിഞ്ഞ് എന്തെങ്കിലും ജോലിയോട് അവര് ഇതായി വിചാരിച്ചോ, എന്തെങ്കിലും ചെറിയ ജോലി കിട്ടി വിചാരിച്ചോ, പിന്നെ ഒരു ചിന്ത മാറി തുടങ്ങും. ഉറപ്പുള്ള കാര്യമാണ്. അതെ ഇനിയിപ്പോ എന്തെങ്കിലും സപ്ലി ജോലി ഉണ്ടല്ലോ, ആ രീതിയിൽ മാറും അവര്. പക്ഷെ എന്നാലും സപ്ലൈ ചെയ്താൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത് പൈസയും കൊടുത്ത് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് 5 മിനിറ്റിൽ 10 മിനിറ്റിൽ എക്സാം എഴുതി നടന്നു പോകുക പറയുമ്പോൾ അതൊന്നും മാസമല്ല ഇരിക്കും പറഞ്ഞാൽ. പക്ഷെ ഒരു മാസം പോലെ അവരത് ചെയ്യണത്. പിന്നെ പിന്നെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന മെയിനും വേറെ വിഷയം എന്ന് പറഞ്ഞാൽ KT-ൻ്റെ അണ്ടറിൽ പറഞ്ഞാൽ KT-ൻ്റെ അണ്ടറിലല്ല മിക്ക ഇതിൻ്റെ അണ്ടറിൽ അങ്ങനെ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ വിചാരിക്കണോ KT-ൽ ബിടെക് പഠിച്ചിട്ട് നമുക്ക് വലിയൊരു ജോലി നേടാം, അല്ലെങ്കിൽ നമുക്ക് കുറേ സ്കില്ലൊക്കെ കയറി പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഓരോ ആൾക്കാർ കയറും. പക്ഷെ കയറി കഴിഞ്ഞിട്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത് പേര് പറയാമോ നമ്മൾ അക്കാഡമിക്സ് ഫോക്കസ് ചെയ്യുന്ന ആദ്യം പറയും. നമ്മൾ അക്കാഡമിക്സ് ഫോക്കസ് ചെയ്യും, എക്സ്ട്രാ ഇതിൽ സ്കിൽസിൽ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ ഒരാൾ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചോ, അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അതും കിട്ടൂല ഇതും കിട്ടൂല എന്നുള്ള അവസ്ഥ ആവും. അക്കാഡമിക് സ്കിൽസും ഇല്ല ഇതുമില്ല. അതിനായൊരു ടൈം അതൊരിക്കലും അവർ 1 മാസം എന്ന് പറഞ്ഞ ഇന്റേൺഷിപ്പ് തരുന്നുണ്ട്. എന്തിനാ അത്? 1 മാസത്തിൽ ഇന്റേൺഷിപ്പ് പറഞ്ഞാൽ പല ആൾക്കാരും നമുക്ക് ചിരിക്കരുത്. 1 മാസത്തിൽ ഇന്റേൺഷിപ്പോ? ഒരിക്കലും പോസിബിൾ. 1 മാസം കൊണ്ട് ഒരിക്കലും ആ ഒരു സ്കിൽ ഇന്റേൺഷിപ്പ് പറഞ്ഞാൽ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മളൊരു കമ്പനിയുടെ അണ്ടറിൽ വർക്ക് ചെയ്ത് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് പൈസ സ്റ്റൈഫണ്ട് ഇങ്ങോട്ട് കിട്ടണം. അതായത് നമ്മൾ ജോലി ചെയ്യല്ലേ, അവിടെ പഠിച്ചത് ചെയ്യുമല്ലേ. അതാണ് ശരിക്കുള്ള ഇന്റേൺഷിപ്പ്. അത് ഇതിപ്പോ എന്താ പൈസ കൊടുക്കുന്ന ഇന്റേൺഷിപ്പ് വാങ്ങുന്നു. വാങ്ങണാണ് ഇന്റേൺഷിപ്പ് അല്ല, നമ്മൾ പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങണ പരിപാടി. പിന്നെ അതേപോലെ 6 മാസം നമ്മൾ മുമ്പ് പറഞ്ഞത് 6 മാസം സപ്ലൈ മറ്റേ സെമ്മിൻ്റെ സ്കാമ്. 6 മാസം സെമ്മുണ്ടെന്ന് വിചാരിക്കും. 6 മാസം ഈ ഒരു 6 മാസം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും. 1 മാസം നമുക്ക് പഠിക്കാം, ബാക്കിയുള്ള മാസം മൊത്തം നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച് പോവും. പക്ഷേ നമ്മൾ ഇതേ സെയിം ട്രാപ്പിൽ തന്നെ പിന്നെ വന്ന് വീഴും. അതായത് നമ്മൾ S1 വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെയല്ല ഈ എന്താണ് ഡേറ്റ് പോകണമെന്ന് വിചാരിച്ചിട്ട് S2 നമ്മൾ പ്ലാൻ ചെയ്യും. S2 നമ്മൾ മുമ്പിൽ പോകും, S3 മുമ്പിൽ പോകും, S4 മുമ്പിൽ പോകും, S5 മുമ്പിൽ, S6 വന്ന് വെക്കണം. 4 വർഷം പോയി അത്ര തന്നെ. എല്ലാം അത് 4 വർഷം ഇങ്ങനെ തന്നെ ആവും. കാരണം നമുക്ക് എത്രയൊക്കെ പ്ലാൻ ചെയ്താലും നടക്കൂല. നമ്മൾ 6 മാസം ഒറ്റയടിക്ക് പോകും. ഒറ്റയടിക്ക് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ ആദ്യം സീരീസ് വരും, സീരീസ് 1 വരും, അത് കഴിഞ്ഞാൽ സീരീസ് 2 വരും. സീരീസ് 1നും സീരീസ് 2ൻ്റെ ഇടയ്ക്ക് പറഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. ഒറ്റയടിക്ക് പോയ പോലെ ഫീൽ ചെയ്യും. സീരീസ് 2 കഴിഞ്ഞാൽ മോഡൽ തുടങ്ങും. മോഡൽ തുടങ്ങിയിട്ട് മോഡലാണ് കഴിഞ്ഞത് മറ്റേ ഇന്റേണൽ ലാബ് എക്സാം തുടങ്ങും. ഇന്റേണൽ ലാബ് എക്സാം ഒന്ന് ഇതായി വരുമ്പോഴത്തേന് അപ്പോഴത്തേന് മെയിൻ എക്സാം തുടങ്ങി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇന്ന് വന്ന ഹോസ്റ്റലിൽ കയറിയ ഇന്നലെ വന്ന ഈ ഹോസ്റ്റലിൽ കയറിയ ഒരു ഓർമ്മയാണ് ഇപ്പോഴും എനിക്ക്. അത്ര പെടുന്ന സമയം എനിക്കൊന്നും ഓർമ്മ. ഇപ്പൊ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് 4th ഇയർ ആയി. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ചൊന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സൂപ്പർ സീനിയേഴ്സൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒറ്റയടിക്ക് ഇതായ പോലെ റൂമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ മറ്റേ ആ റൂമിൽ നിന്ന് ഈ റൂമിലേക്കായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇന്നലെ നടന്ന പോലെ, ഈ പറഞ്ഞ പോലെ ഇന്നലെ നടന്ന പോലെ ഇത്രയും അടുത്തെത്തിയ പോലെ. പിന്നെ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ അതായത് സപ്ലൈയുടെ റീവാലുവേഷൻ്റെ പൈസ കണക്ക്. സപ്ലൈയുടെ പൈസ പറഞ്ഞാൽ 210, റീവാലുവേഷൻ്റെ പൈസ പറഞ്ഞാൽ 630. 3 സപ്ലൈ തരുന്നതിൻ്റെ പൈസ, ഒരു റീവാലുവേഷൻ്റെ പൈസ. ഇപ്പോൾ പുതിയൊരു സ്കീം വന്നിട്ട് നീ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇപ്പൊ ഒരു സൂപ്പർ ഫൈൻ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടു. അതായത് അവരൊരു ഡേറ്റ് പറയും. ആ ഡേറ്റിന്റെ ഉള്ളിൽ ഇപ്പൊ സപ്ലി ആയിക്കോട്ടെ എന്ത് രജിസ്ട്രേഷൻ ആയിക്കോട്ടെ ആ ഡേറ്റിന്റെ ഉള്ളിൽ ചെയ്യണമെന്നാണ്. ആ ഡേറ്റ് കഴിഞ്ഞാൽ അവർക്ക് എത്ര വേണേലും ചെയ്യാം. സൂപ്പർ ഫൈൻ 110 രൂപ. അതായത് ഒരു 210 പ്ലസ് 110 അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്താ പറയാ ഡേറ്റ് കഴിഞ്ഞ ശേഷം സപ്ലി രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതൊന്നും കുറക്കാറുന്ന അവർ, കാരണം അവരെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. പ്രത്യേകിച്ച് റീവാലുവേഷൻ ഡേറ്റ് അവരിങ്ങനെ വലിച്ചു നീട്ടണോണ്ടാണ് നമ്മൾ ഈ സപ്ലിക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവിടെ. പിന്നെ ഇതിന്റെ ഒരു സ്കീം പറയുമ്പോൾ ഇവരിപ്പോ ഒരു എന്താ പറയുക സപ്ലി രജിസ്ട്രേഷൻ കൊണ്ടുവരുമല്ലോ, കൊണ്ടുവരുന്ന ടൈമിൽ തന്നെ ആ ടൈം ടേബിൾ അപ്പൊ പബ്ലിഷ് ചെയ്യണം. നീ ഇത് ആലോചിക്കുക, നമ്മൾ സപ്ലി രജിസ്റ്റർ എഴുതിയെടുക്കാൻ വിചാരിക്കും. ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാവും നമ്മുടെ സെം എക്സാമും സപ്ലി ഒരുമിച്ച് വരും. അങ്ങനെ ഒരു ഇത് വന്ന ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. കാരണം അത് ഒഴിവാക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ സപ്ലി ഇതൊക്കെ ഇടുമ്പോൾ ടൈം ടേബിൾ അപ്പൊ തന്നെ പബ്ലിഷ്, അന്നേരം നമുക്ക് ആ പ്ലാനിങ് അപ്പൊ തന്നെ ചെയ്യാൻ പറ്റും. ഇവർ പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ഒരു 6 സെമ്മുള്ള സാധനം 3 സെം ആക്കണതാണ്. കാരണം ബാക്കിയുള്ള 3 മാസം വരെക്ക് ഇങ്ങനെ ഇതുപോലെ എക്സാമ്പിൾ സപ്ലിയുടെ എക്സാമും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ആക്കാന്നുള്ള അവർ പറയണം. അപ്പോഴല്ലല്ലോ വരുന്നത്, അല്ല ഇതിന്റെ ഇടയിൽ കൂടെ കുത്തി കയറ്റുമല്ലേ. ആകപ്പാട് 2 ദിവസം പഠിക്കാൻ ലീവ് കിട്ടുള്ളൂ, അതിൻ്റെ 1 ദിവസം സപ്ലിക്കും പോകും. ആണേ. പിന്നെ ഇവർ വേറെ ചെയ്യുന്ന പരിപാടി പറഞ്ഞാൽ ഈ ടഫുള്ള സബ്ജക്റ്റിനൊക്കെ കുറച്ച് ലീവ് തരുള്ളൂ, എളുപ്പമുള്ള സബ്ജക്റ്റിനൊക്കെ 4 ദിവസം. ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എഴുതാൻ 4 ദിവസം ലീവ് എന്തിന്? അതാണ് അവസ്ഥ. ബാക്കിയുള്ള സബ്ജക്റ്റിനൊക്കെ 1-2 ദിവസമൊക്കെ വെച്ച് കിട്ടുന്നത്.